നമ്മുടെ ജീവിത പങ്കാളിയെ ദൈവം പങ്കുവച്ച ഒരാത്മാവുമായിട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ ദൈവകൃപയുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ മുഖം കാണും. അവളുടെ കരം ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകും. അവളുടെ നാവിൽ നിന്ന് ഉതിരുന്ന വാക്ക് നിങ്ങൾക്ക് പ്രവചനങ്ങളായി മാറും. അതാണ് യഥാർത്ഥ കുടുംബത്തിൻ്റെ ദൈവകൃപ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് വിവരമില്ലെന്നൊക്കെ പറയുമെങ്കിലും, പ്രിയമുള്ളവരെ, ഈ നിങ്ങളുടെ ജീവിത പങ്കാളിയായി കിട്ടിയിരിക്കുന്ന വ്യക്തിക്കാണ് നിങ്ങളുടെ ജീവിതത്തെ അഭിഷേകം ചെയ്യാൻ, അനുഗ്രഹിക്കാനുള്ള അഭിഷേകവും കൃപയും നിൽക്കുന്നത്. സ്ത്രീയിലായിരിക്കും. അതുപോലെ സ്ത്രീകളുടെ ദൈവകൃപ മുഴുവൻ എവിടെയാണ് നിൽക്കുന്നറിയോ? പുരുഷനിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ വരങ്ങൾ പങ്കുവെക്കപ്പെട്ടിരിക്കുകയായിരിക്കും. നമുക്കറിയില്ല, വരങ്ങളെന്ന് പറയുന്ന ആർക്ക് വേണ്ടിയുള്ളതാണ്? ഇത് പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ കുടുംബജീവിതത്തിന് കുറേ വരദാനങ്ങളുണ്ട്. ഇത് സ്ത്രീയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കുള്ള വരദാനങ്ങളെല്ലാം ആരുടെ കയ്യിലാണ്? പുരുഷനെ ദൈവം കൊടുക്കും. ഒരു ധ്യാനഗുരുവായിട്ടാണ് പുരുഷനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഭാര്യയെ ധ്യാനിപ്പിക്കാനുള്ള വരം. ഭർത്താവിനെ ധ്യാനിപ്പിച്ച് വരദാനങ്ങളിലൂടെ അഭിഷേകത്തിലൂടെയും നയിക്കാനുള്ള പ്രത്യേക വരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം ഈ ദൈവിക വരദാനങ്ങൾ തെളിഞ്ഞു വരാത്തതാണെന്ന് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ ഇതാ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിത വളർച്ചയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വരദാനങ്ങൾ എൻ്റെ ഭാര്യയിലൂടെ തെളിയണം. അവളുടെ നാവിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവചനങ്ങൾ വരണം. ചില കാര്യങ്ങളിൽ പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഒരു ഭർത്താവ് ഇവിടെ വന്നു ധ്യാനം കൂടിപ്പോയി. പുള്ളിക്കാരൻ സൂട്ട് കേസൊക്കെ പിടിച്ചാണ് ധ്യാനിക്കാൻ വന്നത്. പല പ്രാവശ്യം ഭാര്യ വിളിച്ച് പറഞ്ഞ് പല ധ്യാനങ്ങൾ ബുക്ക് ചെയ്ത് ഒരു ധ്യാനവും കൂടിയില്ല. അവസാനം പ്രിയമുള്ളവരെ, പുള്ളിക്കാരൻ ധ്യാനം കൂടാനായിട്ട് വന്നു. സൂട്ട് കേസൊക്കെ പിടിച്ച് ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരം ആരംഭിക്കേണ്ട ധ്യാനത്തിന് വന്നത് ചൊവ്വാഴ്ച ഉച്ചയായപ്പം സൂട്ട് കേസൊക്കെ പിടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി ഭാര്യ വിളിച്ചു, എടീ, അച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളതുപോലെ കേൾക്കണം. കാരണം എന്താണ്? അച്ഛൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്. ഈ ധ്യാനം കൂടണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഉടനെ ഭാര്യ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, ഒരു തരത്തിലാണ് അങ്ങോട്ട് വിട്ടത്, എങ്ങനെയും അവിടെ ഒന്ന് ഇരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുത്തി. അങ്ങനെ ഇരുത്തിയപ്പോൾ അന്ന് ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് പുരുഷന്മാരെയെല്ലാം തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിലാണ് പോകും. പ്രിയമുള്ളവർ, ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, രാവിലെ ഈ ബുധനാഴ്ച രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പുരുഷന്മാർക്ക് ഒരെണ്ണത്തിന് എന്ത് ചെയ്യുന്നില്ല, ടോയ്ലറ്റിൽ പോയിട്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല. കാരണം എന്താ? എല്ലാം ബീഡി വലിക്കുന്ന പാർട്ടിയാണ്. പുള്ളി സൂട്ട് കേസ് പതുക്കെ അങ്ങോട്ട് തുറന്നു, സിഗരറ്റ് കൂടെ എടുത്തിട്ട് ഓരോരുത്തർക്ക് പിടി, എല്ലാവരും പിടി, തീപ്പെട്ടിയില്ല, പുള്ളി തന്നെ എല്ലാവർക്കും കത്തിച്ച്. ഞാനിതറിഞ്ഞ് ഞാൻ പുള്ളി എവിടെ വിളിച്ച് ഞാൻ ചോദിച്ചു, സിഗരറ്റ് വിതരണം നടത്തിയോന്ന് ചോദിച്ചു. അതെ, കുറേ പേർക്ക് വലിയ പാടായിരുന്നു. കാരണം ധ്യാനം ഒരു പ്രശ്നമാകണമെന്ന് ഓർത്ത് ഞാൻ ആ പ്രശ്നം അങ്ങ് പരിഹരിച്ച്. ഞാൻ പറഞ്ഞു, ആ സൂട്ട് കേസ് എടുത്തോളാൻ പറഞ്ഞു. എടുത്ത് പുള്ളിയോ ഞാൻ അത്രയും ചെയ്യുമെന്ന് ഓർത്തില്ല. ഞാൻ പോരാൻ പറഞ്ഞു. എങ്ങോട്ടാച്ചാ? ഞാൻ പറഞ്ഞു, വാ. അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആംബുലൻസ്. ഞാൻ പറഞ്ഞു, ഇതിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ആംബുലൻസിൻ്റെ പുറകെ കയറ്റി ഇരുത്തിയിട്ട് അയർക്കൊന്നും കവലെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പറഞ്ഞു, ഇല്ല പൊക്കോളാൻ പറഞ്ഞു. പുള്ളി അങ്ങ് പോയി. ആ പോക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അങ്ങനെ ധ്യാനം കൂടി മദ്യപാനെല്ലാം നിർത്തി. പിന്നെ ഒരു ഭക്തനായിട്ട് അങ്ങോട്ട് മാറി. രാവിലെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, വൈകിട്ട് പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥന. അവർ ഭയങ്കര പ്രാർത്ഥന. ഭാര്യ പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അനുഗ്രഹം കിട്ടാനില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം പ്രിയമുള്ള ഒരു പുള്ളി പാലക്കാട് ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോയതാണ്. പാലക്കാട് തൊട്ട് പ്രിയമുള്ള ഭാര്യ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇപ്പോൾ എവിടെയാ? അതെല്ലാ ഭാര്യമാരുടെ സ്വഭാവം ആയിരിക്കണം. ഇപ്പോൾ എവിടെയാ? എടീ, ഞാൻ പാലക്കാട്ട് നിന്ന് ബസ്സിൽ കയറി ഇരിക്കുക. ഉടനെ ഫോൺ കട്ട് ചെയ്ത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച്, അപ്പോൾ ബസ് സ്റ്റാർട്ടായോ? ആ, ഉടനെ ഞാൻ സ്റ്റാർട്ടായി. ഉടനെ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തു. നമ്മുടെ പെണ്ണുങ്ങളുടെ രീതിയായത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, ഇപ്പോൾ എവിടം വരെയായി? അങ്ങനെ കറക്റ്റ് വിളിച്ചുകൊണ്ടായിരുന്നത്. തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അന്നേരം പുള്ളിക്കാരത്തി ഓർത്ത് ഉറങ്ങുകയാണ് എന്നോർത്ത് പിന്നെ മിണ്ടിയില്ല. കുറേ നേരത്തിന് ഉറക്കമാണല്ലോ, ആ സമയം പിന്നെ വിളിച്ചില്ല. പ്രിയമുള്ളവരെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി, പുള്ളി കൈവിട്ടു പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കൈവിട്ടു പോയി? അല്ല, പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഉറങ്ങിയതാണ്. പക്ഷേ
എനിക്കിപ്പോൾ എൻ്റെ ആത്മാവിൽ മനസ്സിലാകുന്നുണ്ട് ഇത് കൈവിട്ടു. ഇപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായത്? എനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. പുള്ളി എവിടെയെങ്കിലും വഴിതെറ്റുമ്പോൾ എനിക്ക് നെഞ്ചിനകത്ത് കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വെറുതെ തോന്നിയതാ. അങ്ങ് പുള്ളി കുടിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അതുപോലത്തെ മാനസാന്തരം മാനസാന്തരം. പ്രിയമുള്ളവരെ, പുള്ളിക്കാരത്തി പറഞ്ഞ കറക്റ്റായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞ സമയത്താണ് ഈ പുള്ളി എന്ത് ചെയ്തത്? പുള്ളി കള്ളെടുത്ത് കുടിച്ചപ്പോൾ ആർക്ക് മനസ്സിലായി? ഭാര്യയ്ക്ക് മനസ്സിലായി. ഭാര്യയ്ക്ക് മാത്രമല്ല, കർത്താവിൻ്റെ കൃപയുള്ള ആർക്കും മനസ്സിലാവും. പണ്ട് ഞാൻ ആദ്യമായിട്ട് ധ്യാനം നടത്തി വാളാടിപ്പള്ളി. അവിടെ വെച്ചൊരാൾ കുടി നിർത്തി കഴിഞ്ഞിട്ട് പ്രിയമുള്ളവരെ, പുള്ളി ആദ്യമായിട്ട് കുടിക്കുക. അപ്പം ഞാൻ പള്ളിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്ദേശം കിട്ടി. ഇതാ ഇന്നയാൾ കള്ളു കുടിക്കാൻ പോവുകയാണ്. ഞാൻ പതുക്കെ ബൈക്കിൽ കയറി ഈ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് ഞാൻ അങ്ങോട്ട് കയറുമ്പം ഈ പുള്ളി അപ്പുറത്തെ വഴി കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, കള്ളു കുടിച്ചോ എന്ന് ചോദിച്ചു. അണ്ണ പറഞ്ഞു, ഇത്രയും ദിവസം കുടിച്ചില്ല, ഇപ്പം കുടിച്ചതേ ഉള്ളൂ. അപ്പോൾ കർത്താവ് ഭാര്യയ്ക്ക് മാത്രമല്ല നമുക്കും വെളിപ്പെടുത്തി തരും. അത് പ്രത്യേക ഒരു ദൈവികപരമാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഇതുപോലെ ഭാര്യയ്ക്ക് ഇതുപോലൊരു അഭിഷേകമുണ്ട്. ഭർത്താവിൻ്റെ മേലുള്ള അഭിഷേകം, ഭർത്താവിൻ്റെ അഭിഷേകമുണ്ട്, ഭാര്യയുടെ മേലുള്ള അഭിഷേകം. മക്കൾക്കുണ്ട്, മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളുടെ മേലിങ്ങനെ ഒരു അഭിഷേകമുണ്ട്. കുഞ്ഞുങ്ങൾ വഴിതെറ്റിയാൽ അപ്പം അറിയാൻ പറ്റും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതൊരു കൂട്ടായ്മയാണ്. എന്തിൻ്റെ കൂട്ടായ്മ? പങ്കുവെക്കുന്ന കൂട്ടായ്മ. അപ്പോൾ ഇവിടെ ബലഹീനതകളെല്ലാം എന്ത് ചെയ്യണം? പങ്കുവെക്കപ്പെടും. അപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കണം. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യനും വേറൊരു മനുഷ്യൻ്റെ ബലഹീനത അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുകയില്ല. നമുക്ക് വേറൊരുത്തനെ സഹിക്കാൻ പറ്റും. നമ്മുടെ കൂടെ ഒരു വീക്കായിട്ടുള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ അയാളെ അത്ര പെട്ടെന്ന് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് എനിക്കാണേലും പറ്റുകയില്ല, നിങ്ങൾക്കാണേലും പറ്റുകയില്ല. നമ്മളങ്ങ് പറയും, ഇത് മടുത്തു പോയി കേസ്. ഇത് സഹിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? മറ്റൊരുത്തിൻ്റെ ബലഹീനതകളും കുറവുകളും നമുക്ക് വഹിക്കാനും സഹിക്കാനും പറ്റണമെങ്കിൽ ദൈവകൃപ ഉണ്ടാവണം. കൃപയുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതത്തിന് അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താ? ദൈവത്തിൻ്റെ കൃപ അതുണ്ടാവണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ പങ്കുവെക്കാനുള്ള കൂട്ടായ്മയാണ്. പങ്കുവെക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട്, നിങ്ങൾക്കൊരു 500 രൂപ തരാൻ ഞാൻ തീരുമാനിച്ചു. 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ എനിക്കെന്ത് സംഭവിക്കും? നഷ്ടപ്പെടും. എന്ത് സംഭവിക്കും? നഷ്ടപ്പെടും. നഷ്ടപ്പെടുത്താതെ ആർക്കും പങ്കുവെക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുത്തലാണ് അഥവാ ബലിയാണ് കുടുംബജീവിതം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവവിളിയാണ്, രണ്ടാമത്തെ കാര്യം പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ്, മൂന്നാമത്തെ കാര്യം ഇതൊരു ബലിയാണ്. അതുകൊണ്ട് കുടുംബജീവിതം ഒരു ബലിയാണ്. ഒരു ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലിയാണ് കുടുംബജീവിതമെങ്കിൽ അതിലെ ബലിവസ്തു കൂടിയാണ് ഞാൻ. ആര്? ഒരു ഭർത്താവ് തിരിച്ചറിയണം, ഇതാ ദൈവം എന്നെ വിളിച്ചു ചേർത്തിരിക്കുന്ന എൻ്റെ കുടുംബം എന്ന പ്ലാറ്റ്ഫോമിലെ ബലിപീഠത്തിലെ ഇതാ അർപ്പിക്കേണ്ട, പങ്കുവെക്കേണ്ട ബലിവസ്തു ആരാണ്? ഞാനല്ല, നിങ്ങൾ. പിടി കിട്ടിയോ? അപ്പം അതുകൊണ്ട് ബലിവസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളൊരു ബലിവസ്തുവാണെങ്കിൽ ഈ ബലി ജീവിതത്തിന് നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, വളരെ ചുരുക്കം ഒരു ആയുസ്സേ ഉള്ളൂ നിങ്ങൾക്ക്. ആ ആയുസ്സിൽ നിങ്ങളൊരു ജീവിത ബലി അർപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റേതുപോലെ ഒരു ബലിജീവിതമാണ്. ആ ബലിജീവിതത്തിൽ ഈ ബലി സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയുക? നിങ്ങളിപ്പോൾ ഇത്രയും നാളും ജീവിച്ചു, നിങ്ങളാകുന്ന ഈ ജീവിതം ദൈവം സ്വീകരിച്ചോ ഇല്ലയോ എന്നെങ്ങനെ അറിയുക? ഒരു ബലി സ്വീകരിക്കുന്നതിൻ്റെ അടയാളം എന്താ? സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളം ബലിവസ്തുവിൻ്റെ മേൽ അഗ്നി ഇറങ്ങി ബലിവസ്തു ഒരു കനലായി മാറും. അതാണ്
എന്താണ് ബലി സ്വീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളം? ബലിവസ്തുവിൻ്റെ മേൽ അഗ്നി ഇറങ്ങി ബലിവസ്തു എന്തായിത്തീരും? ഒരു തീക്കനലായി മാറും. അതാണ് ബലി സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുടുംബജീവിതത്തിൽ 30 വർഷം പിന്നിട്ടൊരു 30 വർഷത്തെ ഒരു ബലിയാണ് നിങ്ങളുടെ ജീവിതം, അല്ലേ? ഈ 30 വർഷം കൊണ്ട് നിങ്ങൾ ആരാകേണ്ടതാ? ഇതൊരു ബലിയാണെങ്കിൽ, സ്വീകരിക്കപ്പെട്ട ബലിയാണെങ്കിൽ നിങ്ങൾ ആരാകണം? നിങ്ങളൊരു തീക്കനലാകണം, അല്ലേ? ഒരു തീക്കനലാകണം. നിങ്ങളൊരു തീക്കനലാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 30 വർഷം വേണ്ട. നമ്മുടെ റബ്ബർ തോട്ടത്തിനകത്ത് ബീഡി വലിച്ച് ചുരുത്തനിട്ടുപോയ ബീഡിയുടെ കുറ്റി ഒരു ചെറിയ തീയ. അധികം സമയമൊന്നും വേണ്ട. കുറേ നേരം കഴിയുമ്പം കാണാം ഇതാ പുക ഉയരുന്നത്. ഉടനെ ഫയർ എഞ്ചിൻ മണിയടിച്ചുകൊണ്ട് പോകുന്നു. പുക വരുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ തീ വരുന്നു. ചില മരങ്ങളെല്ലാം കത്തി വീഴുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, അത് എന്നാ പറ്റി? അവിടെ ആരോ ഒരാൾ ബീഡിക്കുറ്റി ഇട്ടേച്ച് പോയത്. ഇത്രയേ ഉള്ളൂ. എന്നാ സംഭവിച്ചു? ആ തോട്ടം മുഴുവനും തീ കത്തിപ്പോയി. നിങ്ങളുടെ ജീവിതം കനലാണെങ്കിൽ നിങ്ങളുടെ പിള്ളേരുടെ ജീവിതത്തിൽ നിന്നെങ്കിലും ശകലം പുക വരണ്ടേ? സ്നേഹത്തിൻ്റെ ഇറ്റു പുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേണ്ട. നിങ്ങളുടെ കനലിൽ നിന്ന് തീ പിടിച്ച നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്നെങ്കിലും സ്വല്പം തീയും ഇത്തിരി പുകയും വരണ്ടേ? അത് വല്ലതും ഉണ്ടോ? തണുത്തു മരച്ച ജീവിതം കണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് പറഞ്ഞു തുടങ്ങി, സത്യത്തിൽ വിവാഹം വേണ്ട. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പെങ്കൊച്ച്, വളരെ പക്വമായി ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, പക്വമായി ചിന്തിക്കുന്ന പെൺകുട്ടി. മാതാപിതാക്കന്മാരെന്നോട് പല പ്രാവശ്യം പറഞ്ഞു, അവളെന്തോ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം അവൾക്ക് ഓരോ കീറാമുട്ടി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, ഒരു ദിവസം ഒരു രാത്രി അവൾ മാതാപിതാക്കന്മാർ പറഞ്ഞു, എനിക്ക് കുടുംബജീവിതത്തോട് താല്പര്യമില്ല, എൻ്റെ ദൈവവിളി കന്യാസ്ത്രീയാകാനുള്ള വിളിയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു കേട്ട മാത്രമേ കേൾക്കാത്ത മാതിരി വിളിയുണ്ടോയെന്നറിയാനായിട്ട് പാതിരാത്രിക്ക് 11 മണിയായപ്പോൾ ഈ പെണ്ണിനെയും കയറ്റി അമ്മ ഇവിടെ വന്നു. അമ്മ ചോദിച്ചു, ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല തിരുമേനി, അതിപ്പോൾ അവൾക്ക് അങ്ങനെയാണൊരു ആഗ്രഹമെങ്കിൽ അതങ്ങ് നടക്കട്ടെ. ഞാൻ ചോദിച്ചു, എന്താണ്? ഞാൻ പറഞ്ഞു, ഇത്രയും നാളും ഇവൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരുന്നതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത്? അവൾക്ക് ഒരു കന്യാസ്ത്രീയാണ്, അതായിരുന്നു നമ്മളുടെ ആഗ്രഹം. ഇനിയിപ്പം ഞങ്ങളാരും എതിര് നിൽക്കുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. സത്യത്തിൽ ചെറുപ്പത്തിൽ ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്, ഒരു കന്യാസ്ത്രീ ആകണമെന്ന്. ഒരുപക്ഷെ ആ ദൈവവിളിയായിരിക്കും അവിടെ കിടന്ന് മകൾക്ക് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഇന്ന് രാത്രി പോയി നിങ്ങൾ ഉറങ്ങുക, ഞാൻ നാളെ നമുക്ക് ദൈവവിളി ഉണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെ പ്രിയമുള്ളവർ, ഞാൻ പിറ്റേ ദിവസം ഈ പെണ്ണിനെ അങ്ങോട്ട് ഇരുത്തിയിട്ട് ദൈവവിളിയെക്കുറിച്ച് ഒരു വിശകലനം അങ്ങോട്ട് നടത്തി. അപ്പം ഞാൻ പ്രിയമുള്ളവർ, ഒരു വ്യക്തിക്ക് കന്യാസ്ത്രീ വിളി ഉണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയെല്ലാം ഈ കന്യാസ്ത്രീ വിളി പൊളിക്കാവോ ആ പൊളിക്കാനുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അറിയാം ഒറിജിനലായിട്ടുള്ളതാണോന്നറിയാം. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുകയാണ്, സെമിനാരി പഠിക്കുന്നത്, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവനെ അങ്ങോട്ട് ശരിയാക്കും. പല പരീക്ഷകളൊക്കെ ഇങ്ങോട്ട് ഇടും. ആ പരീക്ഷയൊക്കെ കൂടെ ആൻസർ എഴുതി കഴിയുമ്പം അത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം എന്ത് ചെയ്യും? ഉള്ളുകളിൽ പുറത്ത് വരും. അപ്പം ഞാൻ തിരിച്ചും തിരിച്ചും എല്ലാം കൂടെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം അവൾക്ക് മനസ്സിലായി അവൾക്ക് എന്ത് വിളിയില്ല, കന്യാസ്ത്രീയാൻ വിളിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനീ പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട, നീ പോയി ഇനി കുറച്ച് ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ച് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവൾ പറഞ്ഞ്, സത്യത്തിൽ എനിക്ക് കന്യാസ്ത്രീ ആകാൻ വിളി ഇല്ല, പക്ഷേ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നുമില്ല. അപ്പം ഞാൻ വീണ്ടും വിവാഹത്തെക്കുറിച്ചുള്ള കൗൺസിലിംഗ് വീണ്ടും നടത്താൻ തുടങ്ങി.
വിവാഹത്തെക്കുറിച്ചുള്ള കൗൺസിലിംഗ് എല്ലാം നടത്തിക്കഴിഞ്ഞ് പ്രിയമുള്ളവരെ, ഞാൻ അവസാനം അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടി. പ്രിയമുള്ളവർ, ആ അപ്പനെയും അമ്മയും എനിക്കറിയാം. സുറിയാനി സഭയുടെ ആരാധന അരച്ചു കലക്കി കുടിച്ചിരിക്കുന്നവർ, കുർബാനയ്ക്ക് നന്നായി ഏറ്റവും രാവിലെ പള്ളിയിൽ പോകുന്നവർ, അതുപോലെ മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഒരു കുറവും അവർക്കില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ പെങ്കൊച്ചെന്നോട് പറഞ്ഞു, സത്യത്തിൽ ചെറുപ്രായം മുതലേ ഞാൻ കണ്ടത് ഈ പപ്പായും ഈ മമ്മിയും തമ്മിൽ കിടന്ന് എന്നും വഴക്ക്, പിന്നെ വല്യമ്മച്ചിയും മരുമകളും തമ്മിലുള്ള വഴക്ക്, അമ്മയും മകനും തമ്മിലുള്ള വഴക്ക്, മരിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. സത്യത്തിൽ കുടുംബജീവിതത്തിൽ നിന്ന് കുടുംബജീവിതം എന്ന് കേൾക്കുന്നത് തന്നെ എനിക്കിപ്പോൾ ഒരു ഭയമാണ്. എന്തേലും തീക്കനലോ പുകയോ വല്ലതും ഉയർന്നോ ഇതിനകത്തുനിന്ന്? ഒന്നും ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയില്ല. നമ്മുടെയൊക്കെ ചില കുടുംബജീവിതങ്ങൾ ഇങ്ങനെയാണ്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും ഒരിറ്റ് കനൽ പങ്കുവെച്ച് കൊടുക്കാൻ, ഒരു തീയും ഒരു വെളിച്ചവും കൊടുക്കാൻ നമ്മുടെ കുടുംബജീവിതം കൊണ്ട് സാധിച്ചാൽ മതിയായിരുന്നു. എനിക്കും വേണം അപ്പൻ്റേതുപോലെയുള്ളൊരു കുടുംബജീവിതം, എനിക്കും വേണം അമ്മയുടേതുപോലെയുള്ളൊരു ജീവിതമെന്ന് നെഞ്ചിൽ തൊട്ട് പറയാൻ സാധിക്കുന്ന മക്കളുണ്ടാകുന്നിടത്താണ് കുടുംബജീവിതം വിജയിക്കുന്നത്. നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ആത്മശോധന ചെയ്ത് നോക്കുക. നിങ്ങളുടെ പിള്ളേർക്ക് ഇതിനകത്ത് കണ്ടിട്ട് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പിള്ളേരോട് നിങ്ങൾ ചോദിക്കണം, യേശു ചോദിച്ചതുപോലെ, ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചില്ല യേശു. എന്ന് പറഞ്ഞ പോലെ പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കണം, പപ്പായുടെയും മമ്മിയുടെയും ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഇറക്കിയൊന്നും വിടുകയില്ല, ഉള്ള കാര്യം പറയുകയാണെങ്കിൽ, കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ പ്രത്യേക സമ്മാനം തരുന്നുണ്ട്. ഒന്ന് എഴുതിച്ചേ. എന്നിട്ട് പപ്പായുടെ പേപ്പർ മാർക്കിടാനായിട്ട് അമ്മയുടെ കയ്യിലും കൊടുക്കണം, അമ്മയുടെ പേപ്പറിന് മാർക്കിടാൻ പപ്പായുടെ കയ്യിലും കൊടുക്കണം. അവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കണം. അപ്പം എഴുതുമവർ. പ്രിയമുള്ളവരെ, അവരുടെയൊന്നും ഹൃദയത്തിൽ നമ്മളൊന്നും ഉണ്ടാവില്ല. അവരുടെ നെഞ്ചിലെ കനലാവണം ഒരപ്പൻ ഒരമ്മ. അവരുടെ സ്നേഹത്തിൻ്റെ കനലായി കത്തു നിൽക്കണം മരിച്ചാലും. അങ്ങനെ വല്ലതും ഉണ്ടോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കാൻ? ഇങ്ങനെ വല്ലതും സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ധ്യാനം കൊണ്ട് സാധിക്കണം. ഈ ധ്യാനം കൊണ്ട് അത് സാധിക്കണം. അതിനാണ് നമ്മൾ ഈ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ഇതൊരു ദൈവവിളിയാണ്. 2, ഇതൊരു പങ്കുവെക്കലാണ്, പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ്. 3, ഇതൊരു ബലിയാണ്. കണ്ടോ, ഒരു ബലിക്ക് വേണ്ടിയുള്ള വിളിയാണ് ഈ ജീവിതത്തിലൂടെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലെ ബലിവസ്തുവാണ്. ഞാൻ ഈ കുടുംബജീവിതത്തിലെ ബലിവസ്തുവാണ്. എൻ്റെ മേൽ സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് ഞാൻ ഈ ധ്യാനത്തിലൂടെ കനലായേ മതിയാവൂ. എങ്കിലേ എൻ്റെ തലമുറകളെ തീപിടിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കൂ. അതുകൊണ്ടല്ലേ കന്യകമറിയാമിനെ നോക്കി ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞ് യേശുവിനോടാണ് പറഞ്ഞത്, നിന്നെ പാലൂട്ടി വളർത്തിയ ആ മുലകളും നിന്നെ ഗർഭം ധരിച്ച ആ ഗർഭപാത്രവും എത്രയോ ഭാഗ്യമുള്ളത്. കണ്ടോ, അങ്ങനൊരു വാഴ്ത്താൻ, അങ്ങനെ നിങ്ങളുടെ ജീവിതം വാഴ്ത്തപ്പെടാൻ ഇടയായിത്തീരണം. നമ്മൾ ഓർക്കണം, ഇന്ന് ഈ സഭയിൽ അനേകം വിശുദ്ധന്മാരുണ്ട്. ഏതെങ്കിലും ഒരു വിശുദ്ധൻ ഈ സഭയിലുണ്ടെങ്കിൽ ആ വിശുദ്ധൻ്റെ പിന്നിൽ വിശുദ്ധ ജീവിതം നയിച്ച ഒരപ്പനും ഒരമ്മയുണ്ട്, ഒരു കുടുംബമുണ്ട്. ഏതെങ്കിലും സഭ എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, കെട്ടിടം കൊണ്ടോ
കോളേജ് കൊണ്ടോ ഒന്നും സഭയ്ക്ക് ഒരിടത്തും വിജയിക്കാൻ പറ്റിയിട്ടില്ല. ദേവാലയങ്ങൾക്കൂടെ നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങൾ പഴുകൂറ്റൻ ദേവാലയം ഉണ്ടായി. സഭ വിജയിച്ചോടെ സഭ പരാജയപ്പെട്ടു. സഭ പൊളിഞ്ഞു പോയ കുറേ സ്ഥലങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ. സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, ദേവാലയങ്ങൾ, സമ്പത്ത് എല്ലാമുണ്ട്. സഭ പൊളിഞ്ഞുപോയി. സഭ വിജയിച്ചത് എവിടെയാണെന്നറിയോ പ്രിയമുള്ളവരെ? സഭ വിജയിച്ചത് വിശുദ്ധന്മാർ എവിടെയാണ് ഉണ്ടായത്, അവിടെയാണ് സഭ വിജയിച്ചത്. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ് സഭ. എവിടെയൊക്കെ വിശുദ്ധനുണ്ടോ അവിടെയൊക്കെ എന്തുണ്ട്? വിശുദ്ധ കുടുംബങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ സഭയുടെ വിജയത്തിന്, ആ വിജയം ആഘോഷിക്കാൻ ആരുടെ ജീവിതം ആവശ്യമാണ്? കുടുംബങ്ങൾ ആവശ്യമാണ്. അതിനാണ് നമ്മൾ ദമ്പതി ധ്യാനം വെച്ചിരിക്കുന്നത്, കുടുംബ നവീകരണ ധ്യാനം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. നിങ്ങളുടെ മേൽ അഗ്നിക്കനലിറങ്ങണം, എങ്കിലേ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ, അവർ ഭൂമി അവകാശമാക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അതെല്ലാം തകർന്നു. അതുകൊണ്ട് നമുക്ക് ഒരു രൂപാന്തരീകരണത്തിനുള്ള സമയമാണ് ഈ ധ്യാനമെന്ന് പറയുന്നത്. ഇതൊരു രൂപാന്തരീകരണത്തിനുള്ള സമയമാണ്. ഇതൊരു രൂപാന്തരീകരണത്തിനുള്ള സമയമാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 7:21 പറയുന്നത്, യേശുവിൻ്റെ മലയിലെ പ്രസംഗം പറഞ്ഞ് അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ യേശു പറയുന്നൊരു കഥയുണ്ട്. 2 പേര് ഭവനം പണിത്. 2 പേര്. ഒരാളുടെ ഭവനം ഇരുന്നെവിടെയാ? പാറപ്പുറത്ത്. മറ്റൊരാളുടെ ഭവനം ഇരുന്നെവിടെയാ? മണൽപ്പുറത്ത്. അങ്ങനെ 2 ഭവനം ഉണ്ടായത്. മണ്ണിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഭവനവും പാറപ്പുറത്തിരിക്കുന്ന ഭവനവും. അവിടെ എഴുതിയിരിക്കുന്നതാണ്, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് അതിൻ്റെ മേൽ വന്ന് ആഞ്ഞടിച്ച്. പാറമേൽ ഭവനം പണിതവൻ്റെ ഭവനം അവിടെ ഇരുന്ന്, മണപ്പുറത്ത് ഭവനം പണിതവൻ്റെ ഭവനം എന്ത് ചെയ്തു? ഒലിച്ചുപോയി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അത് പാലിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യം. നിങ്ങൾ ഹൈറേഞ്ചിന് പോയിട്ടുണ്ടോ? ഇടുക്കി, വയനാട് പ്രദേശങ്ങളിൽ കുറേ പ്രത്യേകതകളുണ്ട്. പ്രിയമുള്ളവർ, ഞാൻ തന്നെ താമസിക്കുന്ന കട്ടപ്പന അരമനയ്ക്ക് ചുറ്റും 6 കൂറ്റൻ മലകളുണ്ട്. 6 മല. ഫ്രണ്ടിലൊരു മല, പുറകിലൊരു മല, സൈഡിലൊരു മല, എല്ലായിടത്തും മലയാണ്. വലിയ പാറയാണ്. ഒരു 250 അടി, 300 അടി, 400 അടിയൊക്കെ പൊക്കത്തിലാണ് ഈ പാറ ഇങ്ങനെ നിൽക്കുന്നത്. വർഷങ്ങളായിട്ട് നിൽക്കുന്ന പാറയാണ്. വയനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ആനപ്പാറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാറയുണ്ട്. അപ്പോൾ ഒരിക്കൽ ഈ ഇടുക്കിയിൽ ആരോ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഒരു കൊച്ചു പയ്യനുണ്ട്. ചോദിച്ചു, തിരുവേനി ഇതെങ്ങനെ ഈ പാറ ഇങ്ങനെ ഇത്രയും പൊക്കത്തിൽ ഇങ്ങനെ വന്നത്? സത്യത്തിൽ ഈ കൊച്ചു പറഞ്ഞാൽ പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് നോക്കി. അതുപോലെ തന്നെ ഒരിക്കൽ അവിടെ ഒരു ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞൊരു റോക്കുണ്ട് വയനാട്ടിൽ. ഒരിക്കൽ നമ്മുടെ ശ്രേഷ്ഠ ബാബാതിരുമേനി വയനാട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരൂടെ കാറിൽ ഒന്നിച്ച് കയറി യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഫാൻറ്റം റോക്കിൻ്റെ അതിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു, ബാബായ്ക്ക് അറിയാമെങ്കിലും ചുമ്മാ എന്നോട് ചോദിച്ചു, ഈ പാറയുടെ പേരെന്നാന്ന് ചോദിച്ചു. ഞാൻ ഫാൻറ്റം റോക്ക്. ഒരു വലിയ പാറയാണ്. ആ പാറയുടെ മുകളിൽ വലിയൊരു പാറ ഇരിപ്പുണ്ട്, വേറെ പാറ. ഉടനെ എന്നോട് ചോദിച്ചു, അല്ല ഈ പാറയുടെ മുകളിൽ മറ്റേ പാറ ആരാ കയറ്റി വെച്ചെന്ന് ചോദിച്ചു. ഇത് ഒരു വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുമ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ പാറകൾ കാണാൻ സാധിക്കും. ഇവിടുന്ന് ഇടുക്കിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് പ്രിയമുള്ള ഒരു സൈഡ്, KK റോഡിൻ്റെ ഒരു സൈഡ് കൂറ്റൻ പാറകൾ ഇങ്ങനെ നിൽക്കുന്നു. മറ്റേ സൈഡ് എന്തെന്നറിയോ? 100ഉം 250ഉം അടി താഴ്വാരമാണ്. അങ്ങനെയാണ് സംഗതി പോകുന്നത്. എങ്ങനെ ഈ താഴ്വാരം ഉണ്ടായത്? ഈ പാറയുടെ സൈഡിൽ ഈ താഴ്വാരം ഉണ്ടായത് മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റ് അതിൻ്റെ മേൽ ആഞ്ഞടിച്ച് എന്ത് ചെയ്തു? ഇടുക്കിയിലിരുന്ന മണ്ണ് നേരെ ഒലിച്ച് മീനച്ചാലിൽ ആറ്റിൽ കൂടെ വന്ന്, പ്രിയമുള്ളവരെ, പൊൻപള്ളി, പാറമ്പുഴ, പിന്നെ ഇവിടെ പേരൂർ, ഇങ്ങനെയുള്ള സ്ഥലത്ത്
എന്ത് ചെയ്ത് വന്നടിഞ്ഞ്. അങ്ങനെയാണ് ഇവിടെയെല്ലാം മണൽ വാരൽ ശുശ്രൂഷ ആരംഭിച്ചത്. പണ്ടടിഞ്ഞതാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് പോന്നാന്നറിയാം അവിടുന്ന്. അതിൻ്റെ മേൽ ചിലർ ഭവനം പണിത് കാണും. ഏതാ? മണൽപ്പുറത്ത്. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, അതിൻ്റെ മേൽ ആഞ്ഞടിച്ച് കുറേ കഴുക്കോലും ഉത്തരവെല്ലാം കൂടെ പൊൻപള്ളിയിലോട്ടും പോയി. പിന്നെ അതിൻ്റെ അടിത്തറയിലെ കുറേ എല്ലാം കൂടെ പേരുഭാഗത്തേക്കും പോയി. വേറെ മീനച്ചാലി കൂടെ പാലാവഴി ഒഴുകി അപ്പുറത്തോട്ടും പോയി. ഇപ്പം കാണാനില്ല ഭവനം. കാരണം എന്താ? പണിതത് എവിടെയാ? മണൽപ്പുറത്ത്. ചില കുടുംബങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. കുറേ കാലം കഴിയുമ്പം ഇല്ല. കാരണം എന്താ? അത് വെറും ലൗകികതയിലാണ്. സ്വർണത്തിൻ്റെ മേലും പണത്തിൻ്റെ മേലും ഫാഷൻ പരേഡുകളുടെ മേലും പിന്നെ ബ്യൂട്ടി പാർലറുകളുടെ മേലും ഒക്കെ ഊന്നി ജീവിതം പണിതുയർത്തുന്നവരുടെ ജീവിതത്തിന് വലിയ ബലമൊന്നും ഉണ്ടാവുകയില്ല. എത്ര പെട്ടെന്നാണ് അതൊക്കെ ഒഴുകിപ്പോകുന്നത്. എത്ര പെട്ടെന്നാണ് ഒഴുകി അപ്പുറത്തെ ആറ്റിൽ ചെന്ന് വീഴുന്നത്. ആ ബന്ധങ്ങൾ ഒട്ടും ദൃഢമല്ലാത്ത ഇത്തരം ബന്ധങ്ങൾക്ക് പിന്നിൽ മണൽപ്പുറത്തുള്ള ഭവനങ്ങളാണ്. നമ്മുടെ ജീവിതം ഇരിക്കുന്ന എവിത്തേലാണെന്നൊന്നും നോക്കുന്നതല്ല, എന്നേത്തേലാണ് ഈ ജീവിതം ഇരിക്കുന്നതെന്ന് നോക്കുന്നതല്ല. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും വിളിച്ചിരിക്കുക. ഒന്നിച്ച് ജീവിക്കാൻ പറ്റുകയില്ല, ഇയാളെ എനിക്ക് മടുത്ത്, ഇയാളെ പറ്റത്തില്ല എനിക്ക്, ഞാനതുകൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് ഇപ്പോൾ ജീവിക്കുക. വേറൊരു ആളിവിടെ വന്ന് അയാളെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തൂത്തുട്ടിച്ചാപ്പിലൊക്കെ ഒന്ന് കാണാൻ വന്നെന്ന് പറഞ്ഞ് വന്നതാണ്. ഈ പുള്ളിയുടെ സംസാരം 10 മിനിറ്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു, ദൈവമേ, ഈ പാവപ്പെട്ട പെണ്ണ് എങ്ങനെ ഈ പുള്ളിയുടെ കൂട്ടത്തിൽ ജീവിക്കും? കാരണം 10 മിനിറ്റ് കൊണ്ട് ഞാൻ മടുത്തുപോയി. ഞാൻ ആ പെണ്ണിന് ഒരു അവാർഡ് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഫോൺ വന്നത്. എന്താണ്? ആ പെണ്ണ് പറഞ്ഞു, ഇനി തൻ്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി. നല്ല സ്വഭാവമാണെന്നാണ് പുള്ളിയുടെ ചിന്ത, പക്ഷേ ബോറാ. പുള്ളിയുടെ വർത്താനവും പെരുമാറ്റവും രീതികളും തിരുത്തപ്പെടേണ്ട ഒത്തിരി ഉണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ട ഒത്തിരി മേഖലകളുണ്ട്. ഇത് ഒരു പാറമേൽ ഉറക്കണം. ആ പാറ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന യേശുവാണ്. ആ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നേരെയായി കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തലമുറകളും പ്രിയമുള്ളവരെ അഭിഷേകം ചെയ്യപ്പെടാൻ തുടങ്ങും, അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു വലിയ ശക്തി ഓരോ കുടുംബത്തിൻ്റെയും പിന്നിലുണ്ട്, ഓരോ ശക്തി. കാരണം ഈ വിവാഹമെന്ന കൂദാശയിലൂടെ നിങ്ങളെ ഒന്നിപ്പിച്ചത് മനുഷ്യരല്ല, പിന്നാരാ? ക്രിസ്തുവ. കൂദാശ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പ്രിയമുള്ളവരെ, വിശുദ്ധീകരിക്കുക, വിശുദ്ധീകരണം എന്നൊക്കെയാണ്. എന്താണ് കൂദാശ? വിശുദ്ധീകരിക്കുക, വിശുദ്ധീകരണം. അപ്പോൾ പ്രിയമുള്ളവരെ, വിവാഹമെന്ന കൂദാശ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാ ഈ മണവാളനെയും മണവാട്ടിയിലേക്കും ദൈവത്തിൻ്റെ വിശുദ്ധി ഇറങ്ങി വന്ന് അവരെ വിശുദ്ധരാക്കി തീർക്കുന്ന കൂദാശയാണ് വിവാഹമെന്ന കൂദാശ. അതാണ് കൂദാശ. ദൈവത്തിൻ്റെ പരിശുദ്ധി അവരിലേക്ക് പകരുന്ന അഭിഷേകം, അതാണ് കൂദാശ. വിശുദ്ധ കുർബാന കൂദാശയാണ്. കാരണം എന്താണ്? യേശു അപ്പവും വീഞ്ഞുമായി ഇറങ്ങി നമ്മളിലേക്ക് വന്ന് ഒന്നായിത്തീരുന്ന കൂദാശ. അപ്പോൾ ഓരോ കൂദാശയിലും ദൈവവും മനുഷ്യനും ഒന്നായിത്തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ വിവാഹമെന്ന കൂദാശയിൽ മണവാളനും മണവാട്ടിയിലുമായി ക്രിസ്തു എന്ത് ചെയ്യുക? ഒന്നായി ഒരു കൂട്ടായ്മയായി ചേരുകയാണ്. അതാണ് വിവാഹമെന്ന കൂദാശ.